അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഭാഗം 21. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത് ഈ ദുനിയാവിൽ മാത്രമല്ല, ഒരു മനുഷ്യനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് മഹ്ശറയിൽ. ആ മഹ്ശറിൽ അടക്കം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത് മുഅ്മിനീങ്ങൾ അനുഭവിക്കുന്നു. പ്രസക്തമായ ഹദീസിൽ കാണാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, യജ്മഉല്ലാഹു നാസ യൗമൽ ഖിയാമത്തി. ഖിയാമത്ത് നാളിൽ ജനങ്ങളെല്ലാം അള്ളാഹു ഒരുമിച്ച് കൂട്ടിയ ആ സന്ദർഭത്തിൽ വലിയ പ്രയാസത്തിലാണ് ജനങ്ങൾ. മഹ്ശറയിൽ സൂര്യൻ്റെ ചൂടും അതുപോലെ ഭൂമിയുടെ ചൂടും ഇതൊന്നും സഹിക്കാൻ കഴിയാതെ വലിയ പ്രയാസം അനുഭവപ്പെടുന്ന ആ സമയത്തിലാണ് ആളുകളെല്ലാം പിടച്ച് അവസാനം ഫയഅത്തൂന ആദം അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് ആളുകൾ പോകുന്നു. ഫയഖൂലൂന, എന്നിട്ട് അവർ പറയുന്നു, അന്ത ആദമു അബുൽ ഖൽഖ്, നിങ്ങൾ സൃഷ്ടികളുടെ വാപ്പയാണ്, മുഴുവൻ സൃഷ്ടികളുടെയും പിതാവായ നിങ്ങൾ. ഖലഖക്കല്ലാഹു ബിയദിഹി വനഫഖ ഫീഹി മിർ റൂഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നേരിട്ട് സൃഷ്ടിച്ചതാണ്, നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് റൂഹ് ഊതിയതാണ്. വഅമറൽ മലായികത ഫസജദൂ ലക, ആ മലായികത്തെല്ലാം നിങ്ങൾക്ക് സുജൂദ് ചെയ്ത വലിയ മഹത്വമുള്ള ഒരു നേതാവും ഒരു വാപ്പയാണ് നിങ്ങൾ. അതുകൊണ്ട് ഇന്ന് ഈ സ്ഥലത്തിൽ നിന്ന് ഒന്നങ്ങോട്ട് നീങ്ങാൻ നമുക്ക് നിങ്ങൾ ശഫാഅത്ത് ചെയ്യണമെന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നു. ഇശ്ഫഅലനാ ഇൻദ റബ്ബിക ഹത്താ യുരീഹനാ മിൻ മക്കാനിനാ ഹാദാ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ലസ്തു ഹുനാക്കും, ഞാൻ അതിന് അർഹനല്ല, ആ ഒരു സ്ഥാനത്തിൽ ഞാനിപ്പോൾ ഇല്ല. നിങ്ങൾ അടുത്ത നബിയിലേക്ക്, വലാകിൻ ഇതു നൂഹൻ, നിങ്ങൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് പോവുക എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് വിടുന്നു. ആ സമയത്ത് ഫയഅത്തൂന, അവരെല്ലാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഫയഅത്തൂന നൂഹൻ, നൂഹ് നബി അലൈഹി സ്വലാമും പറയുന്നത്, ലസ്തു ഹുനാക്കും, എനിക്കും ആ ഒരു അവസരം ഇല്ല, ആ ഒരു ചാൻസ് എനിക്കും ഇല്ല എന്ന് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും പറയുന്നു. അതിൻ്റെ ശേഷം നൂഹ് നബി അലൈഹി സ്വലാം കൈവിടുന്നു. വലാകിൻ ഇതു ഇബ്രാഹിം അലൈഹി സ്വലാം ഇത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അള്ളാഹുവിൻ്റെ ഖലീല എന്ന ആ വലിയ പ്രത്യേകതയുള്ള ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോവുക എന്ന് പറയുന്നു. അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമും പറയുന്നു, ലസ്തു ഹുനാക്കും, ഞാനും അതിനർഹനല്ല എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അങ്ങനെ അവസാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാമും പറയുന്നു, മൂസ കലീമുല്ലാ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ച മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് പോവുക എന്ന് പറയും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൈവിടുന്നു. അങ്ങനെ അവസാനം അവരെല്ലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് പോകുന്നു. റൂഹുല്ലാഹി വ കലിമത്തുഹു, അള്ളാഹുവിൽ നിന്ന് നേരിട്ടുണ്ടായ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയും കൈവിടുന്നു. അവസാനം ചെന്നെത്തുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്കാണ്. ഫയഅത്തൂനനി, അവരെല്ലാം എൻ്റെ അടുത്തേക്ക് വരുന്നു എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഫൈദാ അന റഅയ്തുഹു വഖഅതു സാജിദൻ, ഞാൻ അതാ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിലേക്ക് കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് ഞാൻ പറയുന്നു, പടച്ചവനെ ഒന്ന് രക്ഷപ്പെടുത്തണേ. ആ സമയത്ത് യാ മുഹമ്മദ് ഇർഫഅ റഅസക ഖുൽ തുസ്മഅ വസൽ തുഅത, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇവിടെ സ്വീകരിക്കപ്പെടും, എന്താണോ ചോദിക്കാനുള്ളത് അതിവിടെ നൽകപ്പെടും, നിങ്ങൾ വേണ്ടത് ചോദിച്ചോ. വശ്ഫഅതു ഷഫഅ, നിങ്ങൾ ഷഫാഅത്ത് ചെയ്താൽ സ്വീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. ആ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തല ഉയർത്തുന്നു, അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അള്ളാഹുവിനോട് വിഷയങ്ങളൊക്കെ പറയുന്നു.
അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളുടെ ശഫാഅത്ത് സ്വീകരിക്കുന്നു. ഇതെൻ്റെ ഇങ്ങനെ നേരത്തെ ആദ്യം തന്നെ അള്ളാഹു എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ റഹ്മത്തുൽ ലിൽ ആലമീൻ ലോകത്തിൻ്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖേന ഈ സൃഷ്ടികളെ സഹായിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതങ്ങനെ ബാക്കി വെക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത് പരലോകത്തും ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രസക്തമായ ഒരു തെളിവാണിത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത് ലോകത്തുള്ള മുഅ്മിനീങ്ങൾ, തങ്ങളുടെ മുഹിബ്ബീങ്ങൾ, തങ്ങളുടെ അനുയായികൾ, തങ്ങളുടെ മുത്തബീങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ഒരു തെളിവാണിത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും തങ്ങളുടെ മരണശേഷവും മരണത്തിന് മുമ്പും എല്ലാം അനുഭവിച്ച സ്വഹാബികൾ ഇന്നും മുഅ്മിനീങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു ആ ശഫാഅത്ത് ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.